കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആൾക്ക് ആകപ്പാടെ തല കറങ്ങുന്ന പോലത്തെ ഒരു ഫീലായി. അവിടെ എവിടെ ഒരുത്തൽ വണ്ടി സൈഡാക്കിയിട്ട് അവൻ്റെ അച്ഛൻ അവന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. സാറേ ആകപ്പാടെ വയ്യ സാറേ, പറ്റുന്നില്ല, എനിക്ക് നന്നായിട്ട് വോമിറ്റ് ചെയ്യുന്നുണ്ട്, ഒപ്പം എന്തോ ലൂസ് മോഷൻ പോലെ ഉണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടുകയാണ് ആ കുട്ടീനെ. അവസാനം എക്സാം എഴുതി. എക്സാമിനേഷൻ ഹാളിൽ ആദ്യത്തെ 1 മണിക്കൂറോളം തികച്ചിരിക്കാനേ അവന് പറ്റിയുള്ളൂ. ഞങ്ങൾ പ്രതീക്ഷിച്ചത് അന്നത്തെ കേരള റാങ്കിൽ ഒരു 50-നുള്ളിൽ അവൻ ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ എക്സാം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്. പിന്നീട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവസാനം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവൻ്റെ കോള് വരുന്നത്. മക്കളെ, നീറ്റ് എക്സാമിൻ്റെ ഡേറ്റ് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോഴും കുറേ സംശയങ്ങളുണ്ട് നമ്മുടെ മനസ്സിനുള്ളിൽ. വരാൻ പോകുന്ന എക്സാമിൻ്റെ ദിവസത്തിനെ കുറിച്ചും അന്നത്തെ ദിവസം ഉണ്ടാകുന്ന ടെൻഷനെ കുറിച്ചും ഇങ്ങനെയൊക്കെ തന്നെ കുറേ ഒരുമാതിരി ബുദ്ധിമുട്ടിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള, സത്യം പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ഞാനൊരു കഥയാണ് പറയാൻ പോകുന്നത്. കഥേനേക്കാൾ ഉപരി ഇതൊരു കുട്ടിയുടെ ലൈഫിൽ നിന്നാണ് പറയാൻ പോകുന്നത്. ഒരാളുടെ ജീവിതമാണ്. നിങ്ങളെപ്പോലെ തന്നെ കഴിഞ്ഞ വർഷം നീറ്റ് എക്സാം എഴുതിയേക്കുന്ന ഒരു കുട്ടിയുടെ ലൈഫ്. അതായത് അവൻ വയനാട്ടിലാണ്. ഈ വയനാട്ടിലൊരു കുട്ടിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനെ കഥ എന്നുള്ളതിനേക്കാൾ ഉപരി നാളെ നിങ്ങൾക്ക് ഇങ്ങനൊരു മിസ്റ്റേക്ക് പറ്റാതിരിക്കട്ടെ. നിങ്ങൾ എത്ര നല്ല പഠിക്കുന്നവനായാലും എത്ര ചെറിയ രീതിയിൽ പഠിച്ച കുട്ടിയായാലും ശരി, നിങ്ങളുടെ എക്സാമിൻ്റെ റാങ്ക് തീരുമാനിക്കുന്നത് അവസാനത്തെ ആ 3 മണിക്കൂറാണ്. നിങ്ങൾ ആ എക്സാമിനേഷൻ ഹാളിൽ ഇരുന്നിട്ട് ആ 3 അവേഴ്സിനെ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, അതായിരിക്കും നിങ്ങൾ നാളത്തെ റാങ്കിനെ പ്രെഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചേക്കുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിരിക്കാം. പക്ഷേ ആ 3 മണിക്കൂർ ചിലപ്പോൾ നിങ്ങളുടേതല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഇന്ന് പോയിപ്പോവും. ആ 3 അവേഴ്സ് നിങ്ങൾ പഠിച്ച പോർഷനിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നാളത്തെ നീറ്റ് നിങ്ങളുടെ കൂടെ ആയിരിക്കും. നാളത്തെ ഡോക്ടർ നിങ്ങളായിരിക്കാം. ഇവിടെ നമ്മളായിട്ട് വരുത്തി വെക്കുന്ന മിസ്റ്റേക്കുകൾ നമുക്കായിട്ട് ഒഴിവാക്കാം. ആ ഒരു മിസ്റ്റേക്കിനെയാണ് ഞാൻ ഇന്ന് ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞേക്കുന്ന പയ്യൻ സത്യത്തിൽ അവൻ എനിക്കൊരു സ്റ്റുഡൻറ്റ് മാത്രമായിരുന്നില്ല. ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു 3-4 ടീച്ചേഴ്സിനും അവൻ ഞങ്ങളുടെ ഒരു അനിയനെ പോലെയായിരുന്നു. ഞങ്ങളുടെ കൂടെ ആയിരുന്നു കഴിഞ്ഞ വർഷം താമസിച്ചുകൊണ്ടിരുന്നതും. എപ്പോഴും ഞങ്ങളുടെ കൂടെ, എല്ലാത്തിനും എന്ത് കാര്യത്തിനും നമ്മുടെ കൂടെ. ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു അവൻ. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ അവിടെ 10,000-ഓളം പേരെഴുതുന്ന എക്സാമിൽ 50-നുള്ളിൽ റാങ്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന പയ്യൻ. ഇവന് ഞാൻ നേരത്തെ പറഞ്ഞു, ആൾ വയനാട്ടിലായിരുന്നു സ്ഥലം. എക്സാമിൻ്റെ തലേ ദിവസം എപ്പോഴും കോണ്ടാക്ട് ചെയ്യും. എക്സാമിൻ്റെ തലേദിവസം വിളിച്ചവൻ പറഞ്ഞു, സാറേ സെൻറ്റർ കിട്ടിയിരിക്കുന്ന കോഴിക്കോടാണ്. ശരിയാണ്, വയനാടുകാർക്ക് വയനാട് സെൻറ്റർ ഇല്ല. അങ്ങനെ അവന് എക്സാമിൻ്റെ സെൻറ്റർ കിട്ടിയിരിക്കുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ്. ഈ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ആവുമ്പോൾ പലപ്പോഴും പല ആളുകളും തലേ ദിവസം തന്നെ വന്നിട്ട് ഇവിടെ റൂം എടുത്ത് നിൽക്കുന്നതാണ് പതിവ്. പക്ഷേ ഇവനോട് ഞാൻ ചോദിച്ചു, എടാ എന്തിനാടാ പിന്നെ ഇങ്ങനെ റിസ്ക് എടുക്കാൻ നിൽക്കുന്നത്, നിനക്ക് തലേ ദിവസം തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തുകൂടെ? പറഞ്ഞു, വേണ്ട സാറേ, കുഴപ്പമൊന്നുമില്ല, ഞാൻ നാളെ വന്നോളും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് മുന്നേ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നിങ്ങൾക്കറിയാം, വയനാടാവുമ്പോൾ കോഴിക്കോട് എത്തണേ ചുരം ഇറങ്ങിയിട്ട് വേണമെങ്കിൽ എത്താൻ. അന്ന് ഇതേപോലെ തന്നെ ഒരു ലോക്ക്ഡൗൺ സമയമായിരുന്നു. ഇതേപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് കൊറോണനെ കുറിച്ച് ഇവിടെ എല്ലാവർക്കും ഒരു ബോധം ഉണ്ടാവുന്ന സമയം, നമ്മളെല്ലാം കൂടെ പേടിച്ചിരിക്കുന്നൊരു സമയം. ഇതിനിടയിലായിരുന്നു കഴിഞ്ഞ വർഷത്തെ നീറ്റ് വന്നേക്കുന്നത്. അന്ന് ഈ കൊറോണയ്ക്കിടയിൽ അവൻ ആ വയനാട് ചുരം ഇറങ്ങി വരികയാണ്. അത്രയും ദിവസമായിട്ട് വീട്ടിനുള്ളിൽ ഒറ്റപ്പെട്ട അവസ്ഥ. ബുക്കും വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല, ബുക്സ് മാത്രം. ഇതിനുള്ളിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന പയ്യൻ അന്നത്തെ ദിവസം ആദ്യമായിട്ട് കുറേ ദിവസത്തിന് ശേഷം ട്രാവൽ ചെയ്യാണ്. അതും ചുരം ഇറങ്ങിയിട്ടാണ് വരുന്നത്. ഇറങ്ങുന്നതിനിടയിൽ ഒരു ചുരം കയറുകയാണെങ്കിലും ചുരം ഇറങ്ങുകയാണെങ്കിലും നിങ്ങൾക്കറിയാം കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആൾക്ക് ആകപ്പാടെ തല കറങ്ങുന്ന പോലത്തെ ഒരു ഫീലായി. അവിടെ എവിടെ ഒരുത്തൽ വണ്ടി സൈഡാക്കിയിട്ട് അവൻ്റെ അച്ഛൻ അവന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. കഴിച്ച ഫുഡാണെങ്കിൽ അതിനേക്കാളും ബുദ്ധിമുട്ട്. എക്സാമിനേഷൻ ഹാളിലേക്ക് എത്തുന്നതിന് മുന്നേ അവൻ്റെ കോള് വരികയാണ്. അതുവരേക്ക് കണ്ടേക്കുന്ന ആ പോസിറ്റീവ് എനർജിയോട് കൂടെയുള്ള സംസാരമായിരുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അവൻ എന്നോട് സംസാരിച്ച തലേ ദിവസം ഫോൺ വെക്കുമ്പോൾ, സാറേ ഞാൻ നേരത്തെ കിടക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല സാർ, ഞാനെല്ലാം പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞ അവനെക്കുറിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അവൻ്റെ ഫസ്റ്റ് ചാൻസിൽ, ദാറ്റ് മീൻസ് +2 എക്സാമിൻ്റെ കൂടെ അവൻ എഴുതിയപ്പോൾ 430ഓളം മാർക്ക് അവൻ വാങ്ങിച്ചു. അന്ന് 550 മാർക്കിനൊക്കെ മുകളിലുണ്ടെങ്കിൽ നമ്മുടെ അഡ്മിഷൻ കിട്ടുന്നൊരു സമയം. അന്ന് അവന് 430 മാർക്ക്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം അവൻ എക്സാം എഴുതി.
രണ്ടാമത്തെ വർഷം എന്ന് പറയുമ്പോൾ അവൻ റിപ്പീറ്റ് ചെയ്യാൻ പോയി, റിപ്പീറ്റ് ചെയ്ത് എക്സാം എഴുതി. അന്ന് ലാസ്റ്റ് ടൈമാണ് ആൾ ബബിൾ ചെയ്യാൻ വെച്ചേക്കുന്നത്. നിങ്ങളും ചെയ്യുന്ന മിസ്റ്റേക്ക്, നമ്മൾ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം കയറിയിട്ട് ബബിൾ ചെയ്യാന്ന്. പലപ്പോഴും ചിലപ്പോൾ ഒന്ന് മാറിയാൽ മതി, ബാക്കി മൊത്തം മാറിപ്പോവും. പക്ഷെ അവൻ അങ്ങനെ മാറിയതല്ല. അവൻ ബബിൾ ചെയ്യുന്നതിനിടയിൽ പേപ്പർ മറിച്ചതാ. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മറിച്ചപ്പോൾ നേരെ ആ പേപ്പർ കീറുന്നതിൻ്റെ കൂടെ തന്നെ അവൻ്റെ OMR ഷീറ്റും കയറിപ്പോയി. അന്നത്തെ അവൻ്റെ മാർക്ക് 640. അതായത് ഈ വർഷത്തെ നീറ്റല്ല, അതിന് മുന്നിലത്തെ നീറ്റിൽ 640 മാർക്ക്. പക്ഷെ എന്നാൽ പോലും ഭാഗ്യം അവൻ്റെ കൂടെ നിന്നില്ല. ആ OMR ഷീറ്റ് കയറിപ്പോയത് കാരണം അത് റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ആള് എക്സാമിൽ നിന്ന് കിട്ടാതെ പോയി. ദാറ്റ് മീൻസ് ആ പേപ്പർ വാല്യൂ ചെയ്യപ്പെട്ടില്ല. ഈ വർഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വയനാട്ടിൽ നിന്ന് ഇറങ്ങി രാവിലെ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുന്നേ വിളിക്കുന്നത് ഞാൻ അതുവരെ കേട്ടുകൊണ്ടിരുന്ന നല്ലൊരു വോയിസ് ആയിരുന്നില്ല. സാറേ ആകെപ്പാടെ വയ്യ സാറേ, പറ്റുന്നില്ല, എനിക്ക് നന്നായിട്ട് വോമിറ്റ് ചെയ്യുന്നുണ്ട്, ഒപ്പം എന്തോ ലൂസ് മോഷൻ പോലെ ഉണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട് സാറേ, എന്ത് ചെയ്യുമെന്ന് അറിയില്ല, പ്രാർത്ഥിക്കണേ. സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. ഏതൊരാൾക്കാണെങ്കിലും ശരി, നാളെ ഇങ്ങനൊരവസ്ഥ സംഭവിക്കാതിരിക്കട്ടെ. അതും അവന് 2 മണി മുതൽ 5 മണി വരെ നടക്കുന്ന എക്സാമിന് 11 മണിക്കാണ് അവൻ്റെ റിപ്പോർട്ടിംഗ് ടൈം. 10:30 സമയം കഴിയുമ്പോൾ അവൻ എക്സാമിനേഷൻ ഹാളിലേക്ക് കയറുക. 11 മണി മുതൽ 2 മണി വരെ ഈ 3 മണിക്കൂറുകൾ മാസ്കും ഗ്ലൗസും ഇട്ടിട്ട് ആ കുട്ടി ആ എക്സാമിനേഷൻ ഹാളിലിരിക്കുക. ആ സമയത്ത് അവൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു സൈഡിൽ നിന്നാണെങ്കിൽ വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, മറ്റൊരു സൈഡിൽ നിന്നാണെങ്കിൽ വയറിന് ബുദ്ധിമുട്ട്. ഈ 2 പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടുകയാണ് ആ കുട്ടീനെ. അവസാനം എക്സാം എഴുതി. എക്സാമിനേഷൻ ഹാളിൽ ആദ്യത്തെ 1 മണിക്കൂറോളം തികച്ചിരിക്കാനേ അവന് പറ്റിയുള്ളൂ. തീരെ വയ്യായിരുന്നു, ആകെപ്പാടെ ബുദ്ധിമുട്ടായി. എക്സാം പാതി വഴിയിൽ ആളെ എഴുത്ത് നിർത്തി. അവസാനം നീറ്റ് എക്സാമിൻ്റെ ആ ഹാളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ ഒരു കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങൾ കണ്ടേക്കുന്ന വരാൻ പോകുന്ന, ദാറ്റ് മീൻസ് കഴിഞ്ഞ വർഷത്തെ നീറ്റ് എൻട്രൻസ് എക്സാമിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചത് അന്നത്തെ കേരള റാങ്കിൽ ഒരു 50-നുള്ളിൽ അവനെ ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ എക്സാം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഫോണ് സ്വിച്ച് ഓഫാണ്, പിന്നീട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. അവസാനം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവൻ്റെ കോള് വരുന്നത്. സാറേ എല്ലാം കയ്യിൽ നിന്ന് പോയി, ഞാനൊന്നും എഴുതിയിട്ടില്ല, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, എനിക്ക് പറ്റാതെ പോയി, ഇനി നീറ്റിനെ കുറിച്ചൊന്നും സംസാരിക്കല്ലേ സാർ, എല്ലാം കയ്യിൽ നിന്ന് പോയി. സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. ഈ ഒരു അവസ്ഥ നാളെ അവൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ, ഇന്നത്തെ വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ ഒരു കാര്യം കൂടെ, അവൻ ഇന്ന് എൻജിനീയറിങ്ങിന് അഡ്മിഷൻ എടുത്തു. പക്ഷെ അവൻ്റെ ഉള്ളിൽ കുറേ ആഗ്രഹങ്ങളുണ്ട്. അവൻ നീറ്റെന്നോ ഡോക്ടറെന്നുള്ളോ സ്വപ്നങ്ങളെ വിട്ട് അവൻ മറ്റു പല സ്വപ്നങ്ങളിലേക്ക് അവൻ മുന്നോട്ട് പോയി. അവൻ്റെ ലൈഫ് ഇന്ന് ഹാപ്പിയാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ചിലപ്പോൾ അവൻ തിരിച്ചു വന്നേക്കും. നാളത്തെ നിങ്ങൾ എഴുതുന്ന നീറ്റിൽ നിങ്ങളെ കൂടെ കോമ്പറ്റ് ചെയ്യാൻ ചിലപ്പോൾ അവനും ഉണ്ടായേക്കാം. അങ്ങനെ അവൻ എഴുതുകയാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഇന്നും അവനറിയാം കണ്ടൻറ്റ്, അവൻ പഠിക്കേണ്ട, അവൻ പലപ്പോഴും അവൻ്റെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക, അതൊരു വല്ലാത്തൊരു കഴിവാണ്, ഇൻപോൺ ടാലൻ്റാണത്. അവൻ വന്ന് എക്സാം എഴുതിയാൽ മതിയാവും. ചിലപ്പോൾ നാളത്തെ നീറ്റിൽ ആദ്യത്തെ 100-നുള്ളിലുള്ള റാങ്കിൽ അവനും ഉണ്ടാവും. എനിക്ക് ഉറപ്പാണ് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ വന്നേക്കാം എക്സാം എഴുതാൻ. നാളെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാവാൻ അവനും ഭാഗ്യം ഉണ്ടാവട്ടെ. നിങ്ങളും പ്രാർത്ഥിക്കുക, നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാവുക. നാളെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ ഈ ഒരു ഫ്രണ്ടിന് നാളത്തെ ഏതെങ്കിലും നല്ല മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കാനും പറ്റട്ടെ. കുഞ്ഞുങ്ങളെ എല്ലാവരും പ്രാർത്ഥിക്കുക, ഏറ്റവും ബെസ്റ്റായിട്ട് മാറുക. നാളത്തെ നീറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എല്ലാത്തിനും, എല്ലാ സപ്പോർട്ടിനും. നിങ്ങൾക്ക് വരാൻ പോകുന്ന മിസ്റ്റേക്സിനെ ഇനി എന്തൊക്കെയാണെന്നുള്ള വീഡിയോസിലൂടെ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, താങ്ക് യു.